പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, 8 നോയമ്പിൻ്റെ ഈ അനുഗ്രഹപ്രദമായ ദിവസം നമ്മളെല്ലാവരും കർത്താവിന് മുമ്പാകെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിതം ഒരു പ്രാർത്ഥനയായി നമ്മൾ ഈശോയുടെ മുമ്പാകെ നമ്മൾ സമർപ്പിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ മാസം 8-ാം തീയതി 8 നോയമ്പ് തീരുന്നൊരു ദിവസം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ 8 നോയമ്പിലെ ആചരണങ്ങളും ഈ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് മാതാവിൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ മാതാവിൻ്റെ ജന്മദിനമാണെങ്കിൽ നമ്മളെല്ലാവർക്കും ഇതൊരു പുനർജന്മത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം അമ്മ മാതാവ് കർത്താവായ യേശു മിശിഹായെ പ്രസവിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്തിൽ രക്ഷ കടന്നു വന്നത്, ലോകത്തിൽ വചനം കടന്നു വന്നത്, ലോകത്തിൽ സ്നേഹം കടന്നു വന്നത്. അപ്പം നമുക്കിതൊരു റീബർത്താണ്, ജനനമാണ്. നമ്മളെല്ലാവരും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ദൈവികമായ കൃപയിലെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഇന്ന് നമ്മൾ ഏറ്റെടുത്ത സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള ദിവസങ്ങളാണ്. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു ധനികൻ കർത്താവിൻ്റെ മുമ്പാകെ അവന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നല്ലവനായ ഗുരുവേ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? അപ്പോൾ കർത്താവിൻ്റെ ഒരു ചോദ്യമുണ്ട്, നീ എന്തിനാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? കാരണം കർത്താവ് പറഞ്ഞത് ദൈവമല്ലാതെ മറ്റാരും നല്ലവനല്ല. പക്ഷെ ഈ വ്യക്തിക്ക് സത്യം മനസ്സിലായി, ഇത് കർത്താവാണ്, ഇത് ലോകരക്ഷകനാണ്, ഇത് ഈശോ ആണ്, ഇത് മാതാവിൻ്റെ കുഞ്ഞാണ്. മാതാവ് ലോകത്തിലേക്ക് പ്രകാശം നൽകിയ കുഞ്ഞാണ്, ലോകത്തിന്റെ രക്ഷകൻ എന്ന് ഇമ്മാനുവൽ ആണെന്ന് ഒരു വലിയ വിശ്വാസം, ഒരു വലിയ സത്യം ഈ ധനികനായ മനുഷ്യന് അറിയാനും. അതുകൊണ്ട് മാത്രമാണ് മാതാവിൻ്റെ ഈ ഈശോയുടെ അടുത്ത് തന്നെ ഈ ഒരു വ്യക്തി കടന്നു വന്നത്. നമ്മളെ ഈ വ്യക്തി 2-3 അപേക്ഷകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അവന് വേറെ ഒന്നുമില്ല, നിത്യജീവൻ, അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. പക്ഷെ കർത്താവ് അവനോട് പറയുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നീ വ്യഭിചാരം ചെയ്യരുതേ, കൊല്ലരുതേ, കള്ളസാക്ഷ്യം നൽകരുതേ, മാതാപിതാക്കളെ അനുസരിക്കണം. ഇത്ര മാത്രമേ കർത്താവ് പറയുള്ളൂ. അവൻ്റെ ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസമാണ്. ഇവനിതെല്ലാം പാലിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, ഇതിനൊന്നും ഒരു മുടക്കം വരുന്നില്ല. പക്ഷേ എന്നാൽ അവനൊരു കുറവുള്ളത്, അവൻ ധനികനാണ്. ധനം കൂടി വന്നാൽ മനുഷ്യൻ അഹങ്കാരിയാണ്. ഞാൻ എന്ന വ്യക്തി ഞാൻ എന്ന അഹംഭാവം അവിടെ കടന്നു വരും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ധനം മനുഷ്യനെ തകർക്കാൻ പാടില്ല. ധനം എന്നും അത് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി, മറ്റേ ആൾക്കാരുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം നടത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധനം, ഈ ധനമാണ് ഓരോ വ്യക്തിയെ ദൈവത്തിലേക്ക് ചേർക്കേണ്ടത്. ധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതികമായ ധനമല്ല. എൻ്റെ പ്രാർത്ഥന എൻ്റെ ധനമാണ്, എൻ്റെ വിശ്വാസ ജീവിതം എൻ്റെ ധനമാണ്, എൻ്റെ വിശുദ്ധി എൻ്റെ ജീവിതത്തിലെ ധനമാണ്. അത് ഓർക്കണം. എന്നാൽ ഇവിടെ കർത്താവായ യേശു മിശിഹാ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ധനവാന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരമാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നേ, ഇപ്പം ധനവാന്മാർ രക്ഷപ്പെടുത്തില്ല എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. ധനവാൻ രക്ഷപ്പെടും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം രക്ഷപ്പെടുത്തും, ദൈവം അനുഗ്രഹമാക്കി തരും. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അധികാരത്തിന് വേണ്ടി യാക്കോബ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ഏസാവിനെ വഞ്ചിച്ചുകൊണ്ട് അവൻ്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് നാട് വിട്ടു. സാംസന്റെ കയ്യിൽ ശക്തിയുണ്ട്, അധികാരമുണ്ടെന്ന് പറയുമ്പോൾ ദലീല വീണ്ടും സ്നേഹം നൽകിക്കൊണ്ട് അവനെ വഞ്ചിച്ചുകൊണ്ട് അവനെ ചതിച്ചു. ഇതേ സമയത്ത് നമുക്ക് നോക്കാം, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ മേഖല കൈകാര്യം ചെയ്ത യൂദാസ് പോലും ഇനിയും സാമ്പത്തികം കണ്ടപ്പോൾ അവൻ കർത്താവിൻ്റെ സ്നേഹത്തെയും കർത്താവിൻ്റെ വിശ്വാസത്തെയും കർത്താവ് കാണിച്ച അത്ഭുതത്തെ അവൻ ഉപേക്ഷിച്ചുകൊണ്ട് അവനെല്ലാം വിട്ടുകൊടുത്ത് കർത്താവിന് ഒരു ചുംബനം വഴി കർത്താവിനെ ഒറ്റിക്കൊടുത്തു. സ്നേഹം മുഖേന ഒരാളെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ധനം കൂടിപ്പോയാൽ ഇത് തന്നെയാണ്. ധനം കൂടിപ്പോയാൽ സ്നേഹം കാണത്തില്ല. ധനം കൂടിപ്പോയാൽ ഞാൻ എന്ന വ്യക്തി എന്ന മനോഭാവത്തിലേക്ക് അവൻ പ്രവേശിക്കും. അപ്പോൾ മറ്റ് ബന്ധത്തിൻ്റെ വിലയില്ല, മറ്റ് ബന്ധത്തിന് സ്ഥാനമില്ലാതെ പോകും. എന്നാൽ കർത്താവായ യേശു മിശിഹാ നമ്മളെ ഓർമ്മപ്പെടുത്തണം, ഒരുത്തൻ എല്ലാം വിട്ടുകഴിഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചു, ദൈവരാജ്യം മാത്രം അന്വേഷിച്ചാൽ ദൈവം അവനെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, എല്ലാം വിട്ടുകളയാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ദൈവത്തിലോട്ട് ചേർക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് ബന്ധങ്ങൾ, അപ്പനും അമ്മയുമുള്ള ബന്ധം, അപ്പനും അമ്മയും മക്കളുള്ള ബന്ധം, ഇതൊന്നും നമ്മൾ വിട്ടുകളയല്ല. ഇതിനെല്ലാം ദൈവത്തിലോട്ട് ചേർത്ത് വയ്ക്കണം, ദൈവത്തിലോട്ട് സമർപ്പിക്കണം, ദൈവവിശ്വാസത്തിൽ ഇതിനെല്ലാം മുമ്പോട്ട് നയിക്കണം.
അങ്ങനെ നയിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അനുഗ്രഹവും ശക്തിയും പ്രാപിക്കുക ചെയ്യും. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ ഈ ജനന ദിവസം നമ്മളും ഇത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം കർത്താവിലോട്ട് വിട്ടുകൊടുക്കണം. തൻ്റെ മകനെ വരെ ഈ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചു. ഈ ലോകത്തിന് എല്ലാവർക്കും പ്രാർത്ഥിച്ച് തന്റെ ജീവിതം സമർപ്പിച്ചു. എല്ലാം തന്നെ സമർപ്പണത്തിനൊരു സമയമായിരുന്നു. ഈ മാതാവ് സമർപ്പിച്ചതുപോലെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർത്തൃസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കണം. ഈ ഒരു യുവാവ് തിരിച്ച് കർത്താവിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ചിന്ത, തിരിച്ച് കർത്താവിലോട്ട് വരണം. കർത്താവിലേക്ക് വന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിലേക്ക് വന്നാൽ നിങ്ങൾ ശക്തിപ്പെടും. കർത്താവിലേക്ക് വന്നാൽ നിങ്ങൾ കൂടുതൽ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഓരോ നോയമ്പ് ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ് നമുക്ക് സഭ തന്നിരിക്കുന്നത്. നമ്മുടെ അമ്മയായ മാതാവ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന പോലെ നമുക്കും സഭയോടും ദൈവത്തോടും ചേർന്ന് നിൽക്കാം. ഈ വിശുദ്ധ പ്രത്യേകമായി നോയമ്പിലെ അവസാന ദിവസം എല്ലാ അനുഗ്രഹം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം തന്നെ